സ്നേഹമുള്ളവരെ, ഈശോയിൽ സ്നേഹവന്ദനം. ദിസ് ഇസ് ജോസഫ് ഫ്രം JJ Logos 316. ന്യായാധിപന്മാരുടെ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം, കർത്താവിൻ്റെ അനുഗ്രഹം തേടാം. ഞങ്ങളുടെ സ്നേഹവാനായ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ നിത്യവചനം വായിക്കുമ്പോൾ ആ വചനം ഞങ്ങളുടെ മുഴുവൻ സത്തയിലും വ്യാപിക്കുകയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതിൽ വിശ്വസ്തരായ ശിഷ്യന്മാരാകാനും അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാവർക്കും പ്രകാശമാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബീയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ന്യായാധിപന്മാർ 6:34. ലോഗോസ് ബൈബിൾ ക്വിസ് 2024. ന്യായാധിപന്മാർ ഒരു ആമുഖം. ന്യായാധിപന്മാർ 6 ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് അടയാളപ്പെടുത്തുന്നു. മിദ്യാൻ അടിച്ചമർത്തലിൽ നിന്ന് രാജ്യത്തെ വിടുവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായ ഗിദെയോനെ അവതരിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഒരു ദൂതനെ കണ്ടുമുട്ടുകയും അടയാളങ്ങളിലൂടെ സ്ഥിരീകരണം തേടുകയും ചെയ്ത ശേഷം ഗിദെയോൻ ഈ വേഷം മടിയോടെ സ്വീകരിച്ചതോടെയാണ് അധ്യായം വികസിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിഷയങ്ങൾ ഊന്നിപ്പറയുന്ന ന്യായാധിപന്മാർ 6 ഗിദെയോൻ്റെ നേതൃത്വത്തിന് വേദി ഒരുക്കുകയും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ദൈവത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ പരിവർത്തന ശക്തിയെ അടിവരയിടുകയും ചെയ്യുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 6:1 അവരുടെ പ്രവൃത്തികൾക്ക് ഇസ്രായേലിയർ എന്ത് പരിണത ഫലമാണ് നേരിട്ടത്? എന്ത് പരിണത ഫലമാണ് ഇസ്രായേലിയർ നേരിട്ടത്? അവരുടെ പ്രവൃത്തികൾക്ക് എന്ത് പരിണത ഫലമാണ് നേരിട്ടത്? ഉത്തരം, കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം, മിദ്യാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മകൻ മേൽ ശക്തിപ്പെട്ടപ്പോൾ തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ഇസ്രായേലർ എന്ത് ചെയ്തു? തങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇസ്രായേലർ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഉത്തരം, പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. പൂരിപ്പിക്കുക. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്കരും ഡാഷും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. ന്യായാധിപന്മാർ 6:3. പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥിരാണ് എൻ്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 4. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഏത് പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു? അവർ ഏത് പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതിൻ്റെ ഉത്തരം, ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള പ്രദേശങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും ആയി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. ആരാണ് ഇങ്ങനെ വന്നുകൂടിയത്? സംഖ്യാതീതമായി വന്നുകൂടിയത് ആരാണ്? മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും. അതാണ് എൻ്റെ ഉത്തരം. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരുമാണ് ഇങ്ങനെ വന്നുകൂടിയത്. ആറാമത്തെ ചോദ്യം, കർത്താവ് ഇസ്രായേലിനെ 7 വർഷത്തേക്ക് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്? കർത്താവ് ഇസ്രായേലിനെ 7 വർഷത്തേക്ക് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്? അതിൻ്റെ ഉത്തരം, മിദ്യാൻകാരുടെ കയ്യിലാണ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത് 7 വർഷത്തേക്ക്. മിദ്യാൻകാർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ആര് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു എന്നാണ് ന്യായാധിപന്മാർ 6:6 പറയുന്നത്? ആര് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു എന്നാണ് ന്യായാധിപന്മാർ 6:6 പറയുന്നത്? അതിൻ്റെ ഉത്തരം നേരത്തെ ഉത്തരം തന്നെയാണ്, മിദ്യാൻ നിമിത്തമാണ്. മിദ്യാനാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം ആര് നിമിത്തം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു എന്നാണ് ന്യായാധിപന്മാർ 6:7 പറയുന്നത്? ഇസ്രായേൽ ജനം ആര് നിമിത്തം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു എന്നാണ് ന്യായാധിപന്മാർ 6:7 പറയുന്നത്? അതിൻ്റെ ഉത്തരം, മിദ്യാൻ നിമിത്തമാണ് അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. 9ാമത്തെ ചോദ്യം, അബീയേസർ വംശജനായ യോവാഷിൻ്റെ മകൻ ആരാണ്? അബീയേസർ വംശജനായ യോവാഷിൻ്റെ മകൻ ആരാണ്? ഈ അധ്യായത്തിലെ പ്രധാന കഥാപാത്രമാണ്. ആരാണ് എന്നാണ് ചോദ്യം. ഗിദെയോൻ ആണ് ആ മകൻ.
പൂരിപ്പിക്കുക. 10ാമത്തെ ചോദ്യം. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ ഡാഷിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ന്യായാധിപന്മാർ 6:11. ഗോതമ്പ് മെതിക്കുന്നത് അവൻ എവിടെയായിരുന്നു? മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്തത് മുന്തിരിച്ചക്കിലാണ് ഗോതമ്പ് മെതിച്ചിരുന്നത്. മുന്തിരിച്ചക്കിൽ. ആരോട് പറഞ്ഞു? ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ആരോട് പറഞ്ഞു? ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. 11ാമത്തെ ചോദ്യമാണ്. കർത്താവിൻ്റെ ദൂതൻ ഗിദെയോനോട് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതനാണ് ഇത് പറയുന്നത്, ഗിദെയോനോടാണ് പറയുന്നത്. 12ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 6 ദൂതനിൽ നിന്നുള്ള സന്ദേശം സ്ഥിരീകരിക്കാൻ ഗിദെയോൻ്റെ രണ്ടാമത്തെ അഭ്യർത്ഥന എന്തായിരുന്നു? രണ്ട് അഭ്യർത്ഥന ഉണ്ടായിരുന്നല്ലോ, അതിൽ രണ്ടാമത്തെ അഭ്യർത്ഥന എന്തായിരുന്നു? ദൂതനിൽ നിന്നുള്ള സന്ദേശം സ്ഥിരീകരിക്കാൻ. അതിൻ്റെ ഉത്തരം നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണ ഒരു അടയാളം. നിലം മുഴുവനും മഞ്ഞുതുള്ളി, നിലത്ത് മാത്രം മഞ്ഞുതുള്ളി. 13ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ, ഒരു പ്രാവശ്യം കൂടി ഡാഷ് കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. ഒരു പ്രാവശ്യം കൂടി ഡാഷ് കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ എന്നാണ് ഗിദെയോൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? രോമവസ്ത്രം കൊണ്ടാണ്. 6:39 രോമവസ്ത്രം. 14ാമത്തെ ചോദ്യം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? ആരോടാണ് പറയുന്നത്? ഇതിൻ്റെ ഉത്തരം ഗിദെയോൻ ദൈവമായ കർത്താവിനോട് പറയുന്നു. 6:22 ഗിദെയോൻ ദൈവമായ കർത്താവിനോട്. 15ാമത്തെ ചോദ്യം. ആട്ടിൻ രോമവസ്ത്രം ഉപയോഗിച്ചുള്ള ഗിദെയോൻ്റെ ആദ്യ പരീക്ഷണത്തിൻ്റെ ഫലം എന്തായിരുന്നു? ആട്ടിൻ രോമവസ്ത്രം ഉപയോഗിച്ചുള്ള ഗിദെയോൻ്റെ ആദ്യ പരീക്ഷണത്തിൻ്റെ ഫലം എന്തായിരുന്നു? ഉത്തരം നനഞ്ഞ ആട്ടിൻ രോമവസ്ത്രം, ഉണങ്ങിയ കളം. ആട്ടിൻ രോമവസ്ത്രം നനഞ്ഞു, കളം ഉണങ്ങി. 16. ഗിദെയോൻ തൻ്റെ രണ്ടാമത്തെ രോമവസ്ത്ര പരീക്ഷണം എങ്ങനെ പരിഷ്കരിച്ചു? അതിൻ്റെ ഉത്തരം ഉണങ്ങിയ രോമവസ്ത്രവും മഞ്ഞുകൊണ്ട് നനഞ്ഞ നിലവും ആവശ്യപ്പെട്ടുകൊണ്ട്. ഉണങ്ങിയ രോമവസ്ത്രം. 16ാമത്തെ ചോദ്യം. ഗിദെയോൻ്റെ രണ്ടാമത്തെ രോമവസ്ത്ര പരീക്ഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഗിദെയോൻ്റെ രണ്ടാമത്തെ രോമവസ്ത്ര പരീക്ഷണത്തോട് പ്രതികരിച്ചുകൊണ്ട്. അതിൻ്റെ ഉത്തരം നിലത്ത് മാത്രം മഞ്ഞ് വീഴ്ത്തി. 17ാമത്തെ ചോദ്യം. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഏത് താഴ്വരയിലാണ് താവളം അടിച്ചത്? ഏത് താഴ്വരയിലാണ് അവർ താവളം അടിച്ചത്? മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും. അവർ താവളം അടിച്ച താഴ്വരയുടെ പേരാണ് ജസ്രയേൽ താഴ്വരയിൽ ആണ് അവർ താവളം അടിച്ചത്. 18ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 6:35 അനുസരിച്ച് മനാസെ, ആശേർ, സെബുലൂൺ എന്നിവരെ കൂടാതെ ഗിദെയോനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശവാഹകനെ അയച്ചത് ഏത് ഗോത്രത്തിലേക്കാണ് ഈ ഗിദെയോനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശവാഹകരെ അയച്ചത്? ഈ ഇതൊഴിച്ച് നഫ്താലി ഗോത്രം, നഫ്താലിയിലേക്ക് കൂടി സന്ദേശവാഹകരെ അയച്ചിരുന്നു. 19. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഗിദെയോനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അവൻ കാഹളം ഊതി എന്നുള്ളതാണ് അതിനുള്ള മാറ്റം. 20ാമത്തെ ചോദ്യം. അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ഗിദെയോന് എന്ത് പേര് ലഭിച്ചു? ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ഗിദെയോന് എന്ത് പേര് ലഭിച്ചു? അതിൻ്റെ ഉത്തരം ബാൽ തന്നെ അവനെതിരെ മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബാൽ എന്നവന് പേര് ലഭിച്ചു. ജെറുബാലിനാണ് അവന് പേര് ലഭിക്കുന്നത്. ബാൽ തന്നെ അവനെതിരെ മത്സരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. 21ാമത്തെ ചോദ്യം. ബാലിൻ്റെ തകർന്ന യാഗപീഠം കണ്ടെത്തിയപ്പോൾ നഗരവാസികളുടെ പ്രതികരണം എന്തായിരുന്നു? നഗരവാസികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് ബാലിൻ്റെ യാഗപീഠം തകർന്ന രീതിയിൽ കണ്ടെത്തിയപ്പോൾ? അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഗിദെയോനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം എന്നവർ പ്രതികരിച്ചു. അടുത്ത ചോദ്യം 22. ഗിദെയോൻ്റെ പിതാവ് ആരെയാണ് ആരാധിച്ചിരുന്നത്?
അതിൻ്റെ ഉത്തരം ബാലിനെയാണ് ആരാധിച്ചിരുന്നത്. അടുത്ത ചോദ്യം, കർത്താവ് തന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഗിദെയോൻ രാത്രിയിൽ ചെയ്തത് എന്തുകൊണ്ട്? കർത്താവ് തന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഗിദെയോൻ രാത്രിയിൽ ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം, അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്നിട്ടാണ് അവന് രാത്രിയിൽ ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. 24ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അനുയായികളെ വിളിക്കാൻ ഗിദെയോൻ എന്ത് ഉപകരണം ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അനുയായികളെ വിളിക്കാൻ ഗിദെയോൻ എന്ത് ഉപകരണം ഉപയോഗിച്ചു? അതിൻ്റെ ഉത്തരം കാഹളമാണ് അവൻ ഉപയോഗിച്ച ഉപകരണം. 25ാമത്തെ ചോദ്യം, മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചപ്പോൾ ആരോടാണ് അവർ സഹായത്തിനായി നിലവിളിച്ചത്? മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചപ്പോൾ കർത്താവിനോടാണ് അവർ നിലവിളിച്ചത്. കർത്താവിനോട്. അടുത്ത ചോദ്യം 26, അധ്യായം വാക്യം പറയുക. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോൻ അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. അധ്യായം വാക്യം പറയുക. ന്യായാധിപന്മാർ 6:22 6:22. 27ാമത്തെ ചോദ്യം, ആരോട് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല? ആരോട് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല? അതിൻ്റെ ഉത്തരം കർത്താവ് ഗിദെയോനോട് പറഞ്ഞു. അടുത്ത ചോദ്യം, പൂരിപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ ഡാഷ് കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ന്യായാധിപന്മാർ 6:27. 10 പേരെയും കൂട്ടി പോയി. 10 പേരെയും. 29ാമത്തെ ചോദ്യം, 11ാം അധ്യായം കൂടാതെ 40 വാക്യങ്ങളുള്ള ന്യായാധിപൻ്റെ പുസ്തകത്തിലെ അധ്യായം ഏത്? 11ാം അധ്യായം കൂടാതെ 40 വാക്യങ്ങളുള്ള ന്യായാധിപൻ്റെ പുസ്തകത്തിലെ അധ്യായം ഏത്? 6ാം അധ്യായം. 6ാം അധ്യായത്തിലും 40 വാക്യങ്ങളാണുള്ളത്. 6ാം അധ്യായമാണ് ഇതിൻ്റെ ഉത്തരം. 30ാമത്തെ ചോദ്യം, അബിയസർ വംശജരുടെ ഓഫ്രയിൽ അത് ഇന്നുമുണ്ട്. ന്യായാധിപന്മാർ 6:24. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്? അബിയസർ വംശജരുടെ ഓഫ്രയിൽ അത് ഇന്നുമുണ്ട്. എന്താണ് ഇന്നും അവിടെ ഉള്ളത്? ന്യായാധിപന്മാർ 6:24. ഇവിടെ പരാമർശിക്കുന്നതിനെ കുറിച്ചാണെന്നാണ് ചോദ്യം. ഗിദെയോൻ കർത്താവിന് പണിത യാഹ്വേ ഷലോം എന്ന ബലിപീഠത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യാഹ്വേ ഷലോം എന്ന ബലിപീഠം ഇപ്പോഴും ഉണ്ട്. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് ക്വിസ്. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ന്യായാധിപന്മാർ 6:12. ന്യായാധിപന്മാർ 6 ഉൾക്കാഴ്ചകൾ. ന്യായാധിപന്മാർ 6 ഗിദെയോന്റെ പരിവർത്തന യാത്രയിലൂടെ വിശ്വാസം, അനുസരണം, ദൈവിക മാർഗനിർദ്ദേശം എന്നിവയുടെ പ്രധാന വിഷയങ്ങൾ പ്രകാശിപ്പിക്കുന്നു. പ്രാരംഭ അനിശ്ചിതത്വത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഗിദെയോൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ഉയർന്നു വരുന്നു. സാധാരണമായ ആവശ്യങ്ങൾക്കായി സാധാരണ വ്യക്തികൾ ഉപയോഗിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെ അടിവരയിടുന്നു. ഈ അധ്യായം ദൈവിക പദ്ധതിയിലുള്ള അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യത്തെ ഊന്നി പറയുന്നു. സംശയത്തിൽ നിന്ന് ദൈവിക വാഗ്ദാനത്തിനുള്ള ആശ്രയത്വത്തിലേക്ക് പരിവർത്തന യാത്രയെക്കുറിച്ചും വ്യക്തികളിലും സമൂഹങ്ങളിലും അത്തരം വിശ്വാസത്തിൻ്റെ വിശാലമായ സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. പിന്നെ ന്യായാധിപന്മാർ 6 നമ്മൾക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ ഇതൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നുറുങ്ങുകൾ. ഗിദെയോനെ പോലുള്ള പ്രധാന വ്യക്തികളിലും കർത്താവിൻ്റെ ദൂതനുമായുള്ള ഏറ്റുമുട്ടൽ പോലുള്ള സുപ്രധാന സംഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വിശാലമായ സന്ദർഭം മനസ്സിലാക്കുക. അവശ്യവാക്യങ്ങൾ മനഃപാഠമാക്കുക. മാതൃകാ ചോദ്യങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കുക. See you in the next video. May God bless you all. നമ്മൾ അടുത്ത വീഡിയോ 7ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും ചെയ്യുക. നമ്മളെല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. All the very best to each one of you. Thank you so much, Joseph.